ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ചിറ്റേത്തുകരയിലുള്ള വെസ്റ്റ് സൈഡിലോട്ടോ വന്നേക്കുന്നത്. ശരിക്കും ഇവിടെ എത്താറായപ്പോഴാണ് ഓർത്തത് 11 മണിക്ക് ഇവിടെ വെസ്റ്റ് സൈഡ് ആയാലും സ്റ്റുഡിയോ ആയാലും ഓപ്പൺ ചെയ്യുമെന്നുള്ളത്. അപ്പം ഞാനൊരു 10:45 കഴിഞ്ഞപ്പോഴത്തേക്കും എത്തിയായിരുന്നു. അപ്പം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് 11 മണിയാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ 11 മണിയായി, ഷോപ്പ് ഓപ്പൺ ചെയ്തു. അപ്പം നമ്മളിനി ഡ്രസ്സ് നോക്കാം. ശരിക്കും ഞാനൊരു ഷർട്ട് എടുക്കാൻ വേണ്ടിയാണ് വന്നത്, പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു താഴെയാണ് ലേഡീസിൻ്റെ ഫുൾ കളക്ഷൻ വരുന്നത്. അപ്പം അതെല്ലാം ഒന്ന് കവർ ചെയ്തിട്ട് പിന്നെ ഷർട്ട് എടുക്കാൻ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. വെസ്റ്റ് സൈഡ് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ് നമ്മുടെ സ്റ്റുഡിയോയെക്കാട്ടിലും. പക്ഷേ സ്റ്റുഡിയോയും വെസ്റ്റ് സൈഡും രണ്ടും നമ്മുടെ ടാറ്റയുടെ ബ്രാൻഡാണ്. സ്റ്റുഡിയോ കുറച്ചുകൂടെ ഭയങ്കര അഫോർഡബിൾ റേറ്റ്, 699, 799 ആ ഒരു റേഞ്ചിലൊക്കെ കുറേ ഡ്രസ്സ് ഉണ്ടാവും. വെസ്റ്റ് സൈഡിലാണെങ്കിൽ കുറേ കളക്ഷൻസും മനസ്സിന് പിടിക്കുന്ന കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടാവും, പക്ഷേ കുറച്ചുകൂടെ റേറ്റ് കൂടിയതായിരിക്കും ഇവിടെ. പക്ഷേ സ്റ്റുഡിയോയേക്കാൾ കൂടുതൽ കളക്ഷൻസ് ഉള്ളത് എനിക്ക് തോന്നുന്നത് വെസ്റ്റ് സൈഡിലാണെന്ന്. കുറേ പലതരത്തിലുള്ള കളക്ഷൻസ് എല്ലാം ഉണ്ട്. ടീഷർട്ടും ടോപ്സും പാൻറ്റും അതുപോലെ ഓഫീസ് വെയർസും പിന്നെ ഈ വെസ്റ്റേൺ വെയർ, ഫ്ലോറൽ ഡ്രസ്സ്, അങ്ങനെ കുറേ കുർത്തീസ്, പലതരത്തിലുള്ള ഫങ്ഷൻ വെയർസ്, അങ്ങനെ പലതരത്തിലുള്ള ഡ്രസ്സാണ് ഈ ഫുൾ ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഫുഡ് വെയർസ് ഉണ്ട്, പിന്നെ ഇയറിങ്സ്, ബാഗ്, അങ്ങനെ കുറേ ഐറ്റംസ് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഉണ്ട്. നേരത്തെ ഞാനിവിടെ ചിറ്റേത്തരയുടെ തൊട്ടടുത്തായിരുന്നു താമസിച്ചിരുന്നത്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഡ്രസ്സെല്ലാം ഇങ്ങനെ നോക്കും. നമ്മളിപ്പോൾ വാങ്ങിച്ചില്ലെങ്കിലും നമുക്ക് ഈ ഡ്രസ്സ് കാണുമ്പോൾ ഒരു മനസ്സന്തോഷം ഉണ്ടല്ലോ. അങ്ങനെ മാക്സും സ്റ്റുഡിയോയും വെസ്റ്റ് സൈഡും മൂന്നും അടുത്താണ് ചിറ്റേത്തരയിലുള്ളത്. ഇവിടെ സെയിൽ കഴിഞ്ഞായിരുന്നെന്ന് തോന്നുന്നു. ചില ഡ്രസ്സിനകത്ത് ഇവിടെ സെയിൽ ഈ 1000 അല്ല 2000-ൻ്റെ ഒക്കെ ഡ്രസ്സ് 699 അങ്ങനെ എന്തൊക്കെയോ ഞാൻ കുറേ കണ്ടു. അപ്പം ഞാനൊരു ഡ്രസ്സ് ഞാൻ അങ്ങനെ കണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ അതറിയാതെ അവിടെ വന്നതാണ്, അത് സെയിലിന് ഇട്ടതായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവരത് മാറ്റിയെടുത്തു. അങ്ങനെ ഞാൻ അവിടെ ഉള്ള എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ എല്ലാം റേറ്റെല്ലാം നോക്കി വെച്ചു. അപ്പം ഇപ്രാവശ്യം ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പ്ലാനില്ല, ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ട് നോക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഷർട്ട് എടുക്കാനാണ് ഞാൻ ശരിക്കും വന്നത്. ഹസ്ബൻഡിന് വെഡിങ് ആനിവേഴ്സറിക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എടുക്കുന്ന ഷർട്ടൊന്നും അങ്ങനെ അധികം ഇഷ്ടപ്പെടാറില്ല. പിന്നെ ഞാൻ ഓർത്ത് എടുത്താലും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് മാറ്റിയെടുത്താൽ മതിയല്ലോ. അങ്ങനെ ഷർട്ട് എടുക്കാൻ വേണ്ടി വന്നതാണെങ്കിലും ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ഇവിടെ ലേഡീസ് സെക്ഷനിലായിരുന്നു. ചിലപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ വലിയ ഭംഗിയില്ലെങ്കിലും ഇടുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ലുക്കായിരിക്കും. ഒറ്റയടിക്ക് നോക്കുമ്പോൾ വലിയ വർക്കൊന്നുമില്ല, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, പക്ഷെ അത് ഇടുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. കുറേ ലൈറ്റ് കളേഴ്സും കളർഫുള്ളും അങ്ങനെ കുറേ ടൈപ്പ് ഡ്രസ്സ് ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. മാക്സിൽ എന്തോ സെയിൽ നടക്കുന്നതിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും സ്റ്റുഡിയോയിലും മാക്സിലും കയറി നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സമയമില്ലാഞ്ഞതുകൊണ്ട് ഇവിടെ മാത്രം നോക്കാനേ പറ്റുള്ളൂ. ഹസ്ബൻഡ് ഡ്രസ്സ് എടുക്കുവാണെങ്കിൽ 5 മിനിറ്റ് മതി. വരും, പെട്ടെന്ന് ഏതെങ്കിലും കാണും, പെട്ടെന്ന് കാണുന്നവരെന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെടുക്കും. പിന്നെ അതിനേക്കാളും ബെറ്റർ ഉണ്ടോ എന്നുള്ള നോക്കലൊന്നുമില്ല. പക്ഷേ എനിക്കാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ ഡ്രസ്സും, ഞാനിപ്പം ഒരു ചുരിദാർ എടുക്കാൻ വന്നതാണെന്നുണ്ടെങ്കിലും അവിടെയുള്ള എല്ലാ ടൈപ്പ് ഡ്രസ്സും ഞാൻ നോക്കും. അങ്ങനെ എല്ലാ ഡ്രസ്സും നോക്കിയിട്ട് അടുത്തുള്ള കടയുണ്ടെങ്കിൽ അവിടെയും കൂടെ കയറാൻ പറ്റുമെങ്കിൽ അവിടെയും കയറും. അങ്ങനെയാണ് ഞാൻ ഡ്രസ്സ് എടുക്കുന്നത്. ഇപ്പം റിച്ചും ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ അധികം ഇങ്ങനെ നോക്കാൻ അത്രയും നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അവൻ കിടന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നോക്കാൻ പറ്റുന്നത് ഓൺലൈനിലായതുകൊണ്ട് നമ്മളിങ്ങനെ ഫ്രീ ടൈമിലെല്ലാം മിന്ത്ര, ആമസോൺ അങ്ങനെയെല്ലാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കുറേ നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാമല്ലോ. ഞാൻ കൂടുതലും ഓൺലൈനിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. കുറച്ചുകൂടെ പൈസ കുറവും ഓൺലൈനിൽ, മിന്ത്രയിലൊക്കെ കുറച്ചുകൂടെ ക്യാഷ് കുറവാണെന്ന് തോന്നുന്നു. അതുപോലെ നമുക്ക് കുറേ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി എടുക്കാമല്ലോ. ഞാൻ ഇവിടെ ചിറ്റേത്തര താമസിക്കുന്ന സമയത്ത് ഞാനിവിടെ ഇങ്ങനെ മാക്സ്, സ്റ്റുഡിയോ, വെസ്റ്റ് സൈഡ് ഈ മൂന്നിടത്തും ഇങ്ങനെ കുറേ ഡ്രസ്സെല്ലാം നോക്കുമായിരുന്നു. പക്ഷേ ഞാൻ കൂടുതൽ ഡ്രസ്സ് എടുത്തിട്ടുള്ളത് സ്റ്റുഡിയോയിൽ നിന്നാണ്. ഇപ്പോഴും ഞാൻ അവിടുത്തെ ചിറ്റേത്തരയിലെ സ്റ്റുഡിയോയിലും അല്ലെങ്കിൽ തൃപ്പൂണിത്തറ സ്റ്റുഡിയോയിൽ, ഇവിടെ ഏതിലെങ്കിലുമാണ് പോകുന്നത്. തൃപ്പൂണിത്തറ സ്റ്റുഡിയോയിലാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോയുടെ മേളിൽ തന്നെ കിഡ്സ് ക്യാപിറ്റോൾ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികൾ കളിക്കുന്ന ഒരു ഇൻഡോർ പാർക്ക് ഏരിയ ഉണ്ട്. അപ്പോൾ കൊച്ചിനെ നമ്മൾ അവിടെ ആക്കിയിട്ട് നമുക്ക് താഴെ സ്റ്റുഡിയോയിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കാൻ പറ്റും. ഞാൻ പിന്നെ വെസ്റ്റ് സൈഡിൽ നിന്ന് ഡ്രസ്സ് എടുത്തിട്ടുള്ളത് ഞങ്ങളുടെ വർക്ക് ഫ്രം ഹോം ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് വർക്ക് ഫ്രം ഹോം ഓഫീസ് ആക്കിയ സമയത്ത് ഞാൻ വന്ന് ഓഫീസിലിടാൻ വേണ്ടി കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല അടിപൊളി, നല്ല കംഫർട്ടാണ്. മറ്റേ ഒരു ഫ്ലോറൽ ടൈപ്പ് കുർത്ത അങ്ങനത്തെ കുറച്ച് ഡ്രസ്സായിരുന്നു ഞാൻ എടുത്തത്. പക്ഷെ അത് ഇടുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു നല്ല സോഫ്റ്റ്, നല്ലൊരു കംഫർട്ടാണ് അത് ഇടാനായിട്ട്. അതുപോലെ പെട്ടെന്നൊന്നും അങ്ങനെ നശിക്കത്തൊന്നുമില്ല. എൻ്റെ മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ്, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. ഞാൻ ഇവിടെ നിന്നായിരുന്നു കേട്ടോ അന്ന് എടുത്തത്. ഇതുപോലത്തെ കുർത്തി സെക്ഷനിൽ നിന്നായിരുന്നു എടുത്തത്. ഇപ്പോൾ കുറേ കളക്ഷൻസും കൂടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ
എടുക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ മാറ്റമൊന്നും വരുത്തിയില്ല. കാരണം ഞാൻ ഈ ഇടയ്ക്കും കൂടെ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സ് സ്റ്റുഡിയോയിൽ നിന്നൊക്കെ പോയി എടുത്തതാണ്. ഇത് കണ്ടോ, ഇതൊക്കെ 699 ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന എല്ലാത്തിനും 699 ആണ്. ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട്, അതുപോലെ വേറെ ലെഫ്റ്റ് സൈഡിലും ഇതുപോലൊരു സെക്ഷൻ വെച്ചിട്ടുണ്ട്. അവിടെ ഈ 699 തന്നെ കുറേ ഡ്രസ്സുകളുണ്ട്. അവിടെ മടക്കി വെച്ചിരിക്കുന്നതെല്ലാം 699 തന്നെയാണ്. അവിടെയും കുറേ നല്ല കളക്ഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. ചില ഡ്രസ്സ് നമ്മളിങ്ങനെ നോക്കി പോകുമ്പോൾ വലുതായിട്ട് ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ ഞാൻ പിന്നീട് ഈ വീഡിയോ എടുത്തിട്ട് വീഡിയോയിൽ കാണുമ്പം പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും, നല്ല രസമുണ്ടല്ലോ എന്ന്. അവിടെ ആ ഗ്രീനകത്ത് ഒരു റോസ് ഫ്ലവറിൻ്റെ ആ ഫ്ലോറൽ കുർത്തിയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ കുറേ പാർട്ടി വെയർസൊക്കെ ഉണ്ട്. സാധാരണ ഞാൻ റിച്ചുവിനെയും കൊണ്ടാണ് വരാറ്. അവനുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അധികം നോക്കാനൊന്നും പറ്റത്തില്ല. അവനിങ്ങനെ ഭയങ്കര സ്പീഡിൽ ഓടി നടക്കും, പോകാം എന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാ ഇടയിൽ പോയി ഒളിച്ച് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്നപ്പോൾ അവനില്ലാഞ്ഞതുകൊണ്ട് നല്ല സമാധാനമായി എല്ലാ ഡ്രസ്സിൻ്റെയും റേറ്റൊക്കെ നോക്കി ഡ്രസ്സുകളെല്ലാം സമാധാനമായിട്ട് കാണാൻ പറ്റും. ഇതിനടുത്ത് തന്നെ KFC ഉണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഞാനിതുപോലെ വരുവാണെന്നുണ്ടെങ്കിലും ഹസ്ബൻഡിനെയും കുട്ടീനെയും ഞാൻ അവിടെ KFCയിൽ കയറ്റിയിട്ട് ഞാനിവിടെ ഡ്രസ്സ് എടുക്കാൻ വരും. അപ്പോൾ അവർ കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോഴത്തേക്കിനും അന്നേരം നമുക്ക് അധികം സമയമൊന്നും കിട്ടത്തില്ല. അതുപോലെ ഇതിൻ്റെ മേളിൽ ബാർബിക്യൂ നേഷൻ. അങ്ങനെ ഡ്രസ്സെല്ലാം നോക്കി കഴിഞ്ഞു. ഇതെല്ലാം പാർട്ടി വെയർ സെക്ഷനാണ് കേട്ടോ. കുറേ പാർട്ടി വെയർസ് ഉണ്ട്, നല്ല എക്സ്പെൻസീവ് ആണ്. ഫസ്റ്റ് ഫ്ലോറിലാണ് ജെൻസിൻ്റെ ഡ്രസ്സെല്ലാം വരുന്നത്, ഷർട്ടും പാൻറ്റും അല്ലെങ്കിൽ ഓഫീസ് വെയർസ് അങ്ങനത്തെ എല്ലാ ഡ്രസ്സും. അതുപോലെ കിഡ്സ് വെയർസ് എല്ലാം ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. അതുപോലെ ഹോം ഡെക്കർ എല്ലാം വരുന്നുണ്ട്. അത് ഞാൻ ആദ്യമായിട്ടാട്ടോ ഇവിടെ വന്നിട്ട് ശ്രദ്ധിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ വീട് വയ്ക്കുന്നതുകൊണ്ടായിരിക്കാം ഞാനിത് ശ്രദ്ധിച്ചത്. ഞാൻ ഇതുവരെ വന്നിട്ട് ഈ ഒരു സെക്ഷനിലോട്ട് കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഇപ്രാവശ്യം വീട് പണി നടക്കുന്നതുകൊണ്ട് ഞാനിവിടെ എനിക്ക് ഡ്രസ്സിനേക്കാൾ കുറച്ചും കൂടെ അട്രാക്ഷൻ തോന്നിയത് ഈ ഒരു ഏരിയയിലോട്ടാണ്. ഇവിടെ കുറേ ടൈപ്പിലുള്ള ഗ്ലാസും പാത്രങ്ങളും നല്ല ഭംഗിയുണ്ടായിരുന്നു. പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള കുറേ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഷുഗർ സോൾട്ട് അങ്ങനെയൊക്കെ ഇട്ട് വെക്കുന്ന ഈ അടുക്കളയിൽ വെക്കുന്ന പാത്രങ്ങളില്ല, അതൊക്കെ നല്ല അടിപൊളി പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഓർത്തു, എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം ഡ്രസ്സിനേക്കാൾ കുറച്ചും കൂടെ ഇഷ്ടം വന്നത് ഈ ഒരു സെക്ഷനാണ്. സാധാരണ ഡ്രസ്സ് കാണുമ്പോഴാണ് അടുത്ത പ്രാവശ്യം ഇതെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നത്. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ മൈൻഡ് ഫുള്ള് ഇതുപോലത്തെ പാത്രങ്ങളായിരുന്നു. അപ്പം എന്തായാലും ഇവിടെ വന്നിട്ട് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. വീടിൻ്റെ പണി പകുതി ആയതേ ഉള്ളൂ, ഇനി അത് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇപ്പോഴേ വാങ്ങിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അന്നേരത്തേക്കിനും വന്നിട്ട് ഇപ്പം വീടിൻ്റെ കട്ട കെട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ തേപ്പുണ്ട്, എന്തായാലും കുറേ മാസം എടുക്കും. അപ്പോൾ അന്നേരത്തേക്കിനും വന്നിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി പാത്രങ്ങളാണ്. ഞാനാണെങ്കിൽ കുറച്ച് യൂട്യൂബ് ചാനലിൽ ഞാൻ അങ്ങനെ കുക്കിംഗ് വ്ളോഗൊന്നും കാണുന്നതല്ല, ഇപ്പം കുക്കിംഗ് വീഡിയോസ് കാണാറില്ല. പക്ഷേ ഇപ്പം ഞാൻ ഈ ഇടയ്ക്കൊരു കണ്ടൊരു ചാനൽ, ഇംഗ്ലീഷ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ കണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള പാത്രങ്ങളാണ് അവരുടെ അടുക്കളയിലിരിക്കുന്നത്. അപ്പോഴാണ് ഞാനിങ്ങനെ ഈ പാത്രങ്ങളൊക്കെ അത്ര ശ്രദ്ധിച്ചത്. സാധാരണ ഞാനങ്ങനെ പാത്രത്തിലൊന്നും അത്രയ്ക്കൊന്നും ഇഷ്ടം തോന്നാറില്ല. പക്ഷെ ആ ഒരു വീഡിയോ കണ്ടതോടെ എനിക്ക് ഓരോ സെലക്ട് ചെയ്യുന്ന ആ ഒരു പാത്രവും അങ്ങനെ എല്ലാം കൂടെ ആ ഒരു അടുക്കളയുടെ ലുക്കിനെ തന്നെ എന്തോരം മാറ്റുന്നതെന്ന് മനസ്സിലായി. ഇതാട്ടോ ഞാൻ പറഞ്ഞ ഷുഗർ സോൾട്ട് അങ്ങനെ ഓരോന്നിട്ട് വെക്കാനുള്ള ഓരോ ബോക്സ് നല്ല ഭംഗിയില്ല, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതുപോലെ കുറേ ഫ്ലവേഴ്സ്, ഗ്ലാസ്, പാത്രം, അങ്ങനെ കുറേ പലതരത്തിലുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇത് കൊണ്ട് കുറേ ഫ്ലവേഴ്സിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഇവിടെ ഇരിക്കുന്ന ഐറ്റംസ്. ആ ഗ്ലോബൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തോന്നി. പിന്നെ അതുപോലെ ഇവിടെ ഒരു ക്ലോക്ക്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റേ മണിച്ചിത്രത്താഴിലെ ശോഭന ഓരോന്ന് നോക്കത്തില്ല, അതുപോലൊരു അവസ്ഥയായിരുന്നു എനിക്കത് ഓരോന്ന് കണ്ടപ്പം. ഓരോന്നും ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ചിലപ്പം വീട് പണിയുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഇതിനോടൊക്കെ ഇത്രയും ഒരു അട്രാക്ഷൻ ഈ സമയത്ത് തോന്നാൻ കാരണം. അങ്ങനെ ഇവിടെ കുറേ ഐറ്റംസ് എല്ലാം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ അതും രസമുണ്ടായിരുന്നു. ചിലതിനൊക്കെ 500, 600 ആ ഒരു റേഞ്ചൊക്കെയാണ് റേറ്റ്. ഓരോന്നിനും അതിനനുസരിച്ച് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു ഇതുപോലത്തെ കുറേ ഡെക്കർ ഐറ്റംസ് ഒക്കെ വെച്ചിരിക്കുന്ന കടകളിലൊക്കെ പോയി നേരത്തെ കുറേ ഇങ്ങനെ നോക്കിയൊക്കെ വെക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ വാങ്ങണം എന്നൊക്കെ ഓൾറെഡി നമുക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. അതായത് വീടിൻ്റെ പാലുകാച്ചിനൊക്കെ മുമ്പ് അവർ പറഞ്ഞായിരുന്നു, അവർ എല്ലാ വെള്ളിയാഴ്ചയും അവർ പുതിയ സ്റ്റോക്ക് ഇറക്കുന്നുണ്ട് ഇതുപോലെ ഹോം ഡെക്കർ ഐറ്റംസിൻ്റെയും എല്ലാം. അതുപോലെ അവർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അപ്പോൾ അതിനകത്തോട്ട് നമ്മളെ ആഡ് ചെയ്യും. അന്നേരം നമുക്ക് അതിനകത്ത് പുതിയ ഐറ്റംസിൻ്റെയൊക്കെ ഫോട്ടോ ഇട്ട് തരാനായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ കാണാൻ പറ്റും എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് ചാച്ചന് ഒരു ഷർട്ടൊക്കെ എടുത്തിട്ട് പിന്നെ ബില്ല് ചെയ്യാൻ വേണ്ടി താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നു. അപ്പോൾ ഇവിടെ ബില്ലിംഗ് സെഷൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ കുറേ ഇയറിങ്സ്, മാല, അങ്ങനത്തെ കുറേ
ആക്സസറീസ് എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പം മാലയൊക്കെ ഞാൻ കുറേ കമ്മലൊരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ കുറച്ച് നോക്കി, പക്ഷെ ഒന്നും ഞാൻ വാങ്ങിയില്ല. അതുപോലെ മാല എനിക്ക് ഒരെണ്ണം ഒത്തിരി ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ എപ്പോഴും മിന്ന ഇടുന്ന മാല ഇടുന്നതുകൊണ്ട് പിന്നെ അത് വാങ്ങിച്ചിട്ട് കാര്യമില്ല എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ അത് വാങ്ങിയില്ല. പിന്നെ കുറേ ബാഗുകളൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു. ചിലതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ബില്ല് ചെയ്യുന്നതിന് ലാസ്റ്റ് മിനിറ്റ് മുമ്പ് എല്ലാം ഒന്നും കൂടെ ഒന്ന്, ഇനിയിപ്പം ബില്ല് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുവാണല്ലോ, അപ്പോൾ പിന്നെ എല്ലാം ഒന്ന് നോക്കി എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ കുറേ നോക്കി. നല്ല മാല കണ്ടു. ഈ ഒരു മാല എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതുപോലെയല്ല, ഞാൻ ഈ കുറേ കണ്ടിട്ടുണ്ടല്ലോ, ബിഗ് ബോസിൻ്റെ ഒരു സിമ്പലിലൊരു ഇത് വരുന്ന മാല കണ്ടിട്ടുണ്ട്. അപ്പം അതുപോലെ എനിക്ക് തോന്നി, പക്ഷെ അതുപോലെ അല്ല. ശരിക്കും കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു, കമ്മലിൻ്റെ ആയാലും മാലയുടെ ആണെങ്കിലും. അതുപോലെ എല്ലാത്തിൻ്റെയും കുറേ കളക്ഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ കണ്ട മാലയുടെ കുറേ അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ കറക്റ്റായിട്ട് വന്നില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതിൽ ഒരു മാല എനിക്കങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടുന്ന് ഒരു കമ്മൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കുറേ നാൾ ലാസ്റ്റ് ചെയ്തു, അങ്ങനെ പെട്ടെന്നൊന്നും അതിൻ്റെ കളറൊന്നും പോയില്ല. അത് 299 ആ ഒരു റേഞ്ച് എന്തോ ആയിരുന്നു. അത് കുറേ നാൾ, അതായത് നമ്മളിട്ട് കുളിച്ച് കഴിഞ്ഞാലൊന്നും പെട്ടെന്നൊന്നും അതിൻ്റെ കളറൊന്നും പോയില്ലായിരുന്നു. ഇതുപോലെ സ്റ്റോൺ വെച്ച കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ സ്റ്റോൺ വെച്ച കളക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ വാങ്ങിയില്ല. അതുപോലെ മേക്കപ്പ് ഐറ്റംസ്, ലിപ്സ്റ്റിക്ക്, അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ബോഡി സ്പ്രേ എല്ലാം ഉണ്ടായിരുന്നു. ശരിക്കും ഞാൻ വന്നിട്ട് കുറച്ച് നേരം ആയിരുന്നു. അപ്പോൾ താഴത്തെ ഡ്രസ്സും ലേഡീസിൻ്റെ അതുപോലെ ജെൻസിൻ്റെ അവിടെ ഫുള്ള് കവർ ചെയ്തിട്ട് അപ്പോൾ കുറച്ച് സമയം അങ്ങനെ പോയി. അതുകൊണ്ട് പിന്നെ ഇനി ഇതെല്ലാം കൂടെ നോക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. കൊച്ചു വരുന്നതിന് മുമ്പ് വീട്ടിൽ പോകണമായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എല്ലാം ഒന്നും കൂടെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ഞാൻ ഷർട്ട് ബില്ല് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ജെൻസിൻ്റെ സൈഡിലുള്ള വീഡിയോ ഞാൻ വേറെ പാർട്ടായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്.